ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് തയ്യാറാക്കുന്നുള്ളത്. അതിനായിട്ട് അധികം ചേരുവകളൊന്നും ഇല്ല, ഇത് മാത്രമാണ് മെയിനായിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങാണ്. നിങ്ങളെ കയ്യിൽ ചെറിയ കുഞ്ഞു ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് സ്കിന്നൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് എടുത്താൽ മതി. ഇങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്നൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണോ നിങ്ങൾ എൻ്റെ ഈ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം ഇതൊന്ന് തൊലിയൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇപ്പോൾ കഴുകണ്ട, അത്യാവശ്യം നല്ലവണ്ണം തൊലിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതേപോലത്തെ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ, ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല കുഞ്ഞാവാതെ മീഡിയം വലുപ്പത്തിലുള്ള ഇതേപോലെ കിട്ടും. ഇതേപോലെ കിട്ടണം നമുക്ക്. അങ്ങനെ എല്ലാം ഈ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് നമുക്ക് ഞാനിപ്പോൾ ചിരണ്ടി എടുത്ത് വരാം. അധികം കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്, ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബൗളിലോട്ട് മാറ്റണം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് ഉരച്ചിട്ട്, അതായത് പൊട്ടിപ്പോകാതെ വിധത്തിൽ ഇങ്ങനെ ഒന്ന് ഉരച്ച് കഴുകണം. ഇങ്ങനെ കഴുകിയിട്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടല്ലോ, ഇപ്പോൾ വെള്ളത്തിന് ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നല്ല ശുദ്ധമായ വെള്ളം തെളിഞ്ഞ് നിൽക്കണം. അത്രയും നമുക്ക് ഇതിനൊന്ന് കഴുകിയെടുക്കണം. ഞാൻ കാണിച്ചു തരാം. 3-4 പ്രാവശ്യം കഴുകിയിട്ട് വരാം. ഇതാ കണ്ടല്ലോ, ഇപ്പോൾ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഊറ്റിയെടുക്കണം. അതേ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം ഒരു അരിപ്പയിലിട്ടിട്ട് എടുത്താലും മതി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് എല്ലാം കൂടി ഇതൊന്ന് ഊറ്റിയെടുക്കാം. അങ്ങനെ ഊറ്റിയെടുത്ത കിഴങ്ങിനെ നമുക്ക് ഇതേപോലത്തെ ഒരു ടവലിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫാൻ ഉണ്ടെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താലും മതി. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ നല്ലവണ്ണം ഇതിലത്തെ വെള്ളമൊക്കെ പോയി കിട്ടുന്നതാണ്. എന്നാൽ അധികം ഡ്രൈ ആവുകയും ചെയ്യരുത്. കുറച്ച് നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു നനവ് അത്രയും ആവണം. കൂടുതൽ ഡ്രൈ ആവാൻ നിൽക്കരുത്. എന്നാൽ വെള്ളം പൂർണ്ണമായിട്ട് ഇങ്ങനെ കുറച്ച് പോവുകയും വേണം. ഞാനിപ്പോൾ കാണിച്ചു തരാം എത്രത്തോളം ഉണങ്ങണമെന്ന്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഫാനില്ലാത്ത പകരം ഞാൻ എന്താക്കി ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, നല്ല കൂടുതൽ ഉണങ്ങണ്ട. ഇതിങ്ങനെ പിടിക്കുമ്പോൾ കയ്യിലൊരു നനവുണ്ടായിരിക്കണം. അത്രയും ഉണങ്ങിയാൽ മതി. കൂടുതൽ ഡ്രൈ ആയാൽ നമുക്കിത് ശരിയായിട്ട് വരില്ല. ഇത് നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ഇങ്ങനെ പിടി വീളും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടല്ലോ, നല്ലവണ്ണം ബബിൾസ് വരുന്നുണ്ട്. അതേപോലെ കിട്ടണം. ഇങ്ങനെ ബബിൾസ് വന്നതിന് ശേഷം മാത്രം നമുക്കൊരു കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. ഇടുന്ന നേരം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് തന്നെ മാറ്റാം. ഇനി ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഇളക്കണം എന്നില്ല. നല്ലവണ്ണം ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. എല്ലാം ഒന്നിച്ചിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഓരോ കയ്യിൽ വീതം മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കണ്ട, ഇപ്പോൾ ബാക്കി പിന്നീട് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. കണ്ടല്ലോ, ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് കോരി മാറ്റാം. കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ കോരി മാറ്റണം. അത് കോരി മാറ്റിയ ഓയിലിലോട്ട് നമുക്ക് കുറച്ച് നിലക്കടല ഉണ്ട്. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ അരിപ്പയിൽ വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അതിനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പച്ചമുളകും, ഒരു 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കറിവേപ്പില കഴുകിയ ഉടനെ തന്നെ ഒന്ന് തുടച്ചെടുക്കണം. ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പൊട്ടിത്തെറിക്കും. അങ്ങനെ ഇപ്പോൾ ഇതും റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. നേരത്തെ വളരെ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള പീനട്ട് ഉണ്ടല്ലോ അതും ഇതേപോലെ ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം.
ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കടൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്രയ്ക്ക് നല്ലൊരു ക്രിസ്പിയാണ്. അപ്പോൾ ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ പുറത്തുനിന്നും വാങ്ങിക്കൊടുക്കാതെ നമുക്ക് വീട്ടിനകത്ത് തന്നെ ഒട്ടും കെമിക്കലൊന്നും ഇല്ലാതെ നല്ല സേഫായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒറ്റ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും, കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്.